ഹായ് മക്കളെ, CUT എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നോ? എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞോ? ഇങ്ങനെയാണ് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. CUT UG എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് CUT എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ CUT-യുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CUT-യിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഒരു നോട്ടിഫിക്കേഷൻ്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം 27 ഫെബ്രുവരി ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഫെബ്രുവരി മാസമായിരുന്നു കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു സമയം തന്നെ ഈ വർഷം വരാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു പാറ്റേൺ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് JEE ആയിരുന്നു. JEE എക്സാമിനേഷൻ്റെ phase 1 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ആ എക്സാമിനേഷൻ കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി phase 2 ആണ് ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത് നീറ്റ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ആ നീറ്റ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനും കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞു. ഇനി അടുത്ത വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് CUT എക്സാമിനേഷൻ്റെ ആയിരിക്കും. അതിൻ്റെ ഒരു തെളിവ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ഒരു എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് അതിൻ്റെ കാറ്റഗറി നോക്കുക. JEE മെയിൻ സെഷൻ 1, JEE സെഷൻ 2 രണ്ടിൻ്റെയും ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇനി സ്വാഭാവികമായിട്ടും നീറ്റിൻ്റെതായിട്ട് പിന്നീട് വന്നിട്ടുണ്ടായത് നീറ്റിൻ്റെ വന്നു കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ നീറ്റിനത് കഴിഞ്ഞ വർഷത്തേതാണ് കേട്ടോ. നീറ്റിന് സ്വാഭാവികമായിട്ടും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്ലിക്കേഷൻ ഫോം വിളിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നീട് വരുന്നത് എന്താണ് നോക്കൂ. പിന്നീട് വരുന്നത് CUET ആണ് എന്നതാണ്. അപ്പോൾ CUET-യിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാകും. ഫെബ്രുവരി മാസത്തിൽ ഇപ്പോൾ ഏകദേശം നിങ്ങൾ പകുതിയോട് അടുക്കാറായി. ഇനിയിപ്പം ഈ വീക്കിലോ നെക്സ്റ്റ് വീക്കിലോ തന്നെ എന്തായാലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുക. CUT-യുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ, അപ്ഡേറ്റ്സ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ഈ വർഷം ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാറ്റങ്ങളൊക്കെ മിക്കവാറും നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യുക നമുക്കറിയാൻ വേണ്ടി സാധിക്കുക. ഡൊമെയിൻ സബ്ജക്റ്റുകൾ റെഡ്യൂസ് ചെയ്ത കാര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്ട് സെലക്ഷൻ എന്ന് പറയുന്നത് 5 സബ്ജക്റ്റിലേക്ക് ചുരുക്കിയ സംഗതി, അതുപോലെ തന്നെ ചില സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് കൂടുതൽ പ്രാധാന്യം വരുന്ന സംഗതി, കൂടുതൽ ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതികൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏകദേശം എല്ലാം ബൈ വൺ എന്നുള്ള സ്വഭാവത്തിൽ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കൊടുത്തിരിക്കുന്ന കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം +2-ന് ശേഷം നിങ്ങൾ എഴുതാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് CUT എന്ന് പറയുന്നത്. അപ്പോൾ CUT-യുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിനെ ലേറ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക. ഏകദേശം നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും, മാർച്ചിലൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ ഒരു എക്സാമിനേഷൻ ഷെഡ്യൂൾ ഒരിക്കലും നഷ്ടപ്പെടുക. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഫെബ്രുവരിയിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു വീക്കിനുള്ളിൽ തന്നെ അപ്ലിക്കേഷൻ ഫോം പ്രോസസ് ആണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകമായിട്ട് അതിന് വേണ്ടിയിട്ട് വേറെ സമയം ചെലവഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ടെൻഷൻ ഒന്നും അടിക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നത് കൂടി ഈ കാര്യത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. CUT-യുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും എന്നതാണ്. ശരി, ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.